ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്. അവൻ പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ! ഒരെണ്ണം കിട്ടിയാൽ തിന്നാമായിരുന്നു. ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പോ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ. എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമുക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് ഹായ്, എന്തു മധുരം! തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി.
പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന് നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞുവാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞുവാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. മീശക്കാരിപ്പൂച്ച വാശിക്കാരിപ്പൂച്ച മ്യാവൂ മ്യാവൂ കരഞ്ഞു കൊണ്ടോടിക്കളിയായി. മ്യാവൂ മ്യാവൂ കരഞ്ഞു കൊണ്ടോടിക്കളിയായി. കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞുവാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. പൂച്ച കുഞ്ഞുവാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞുവാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. മീശക്കാരിപ്പൂച്ച വാശിക്കാരിപ്പൂച്ച മ്യാവൂ മ്യാവൂ കരഞ്ഞു കൊണ്ടോടിക്കളിയായി. മ്യാവൂ മ്യാവൂ കരഞ്ഞു കൊണ്ടോടിക്കളിയായി. കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞുവാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. 1 2 3 4 5 6 7 8 9 10 11 12 13 എവിടെ ഒളിക്കും? നമുക്ക് ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചാലോ? ഏയ്, അത് വേണ്ട. നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒളിച്ചാൽ അവൻ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടുപിടിക്കും. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ഒളിച്ചോ, ഞാൻ വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. ശരി, എന്നാൽ ഞാൻ അവിടെ ഒളിക്കാം. ഇനി ഞാൻ എവിടെ ഒളിക്കും? ആ പട്ടക്കൊടയുടെ അടിയിൽ ഒളിക്കാം. ഇതിന്റെ അടിയിൽ ഇരുന്നാൽ ആരും കണ്ടുപിടിക്കില്ല. 95 96 97 98 100 ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അമ്പടി കള്ളി, ഇതിനകത്തൊളിച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിച്ചേ
എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. അതാ അവൻ മറഞ്ഞിരിക്കുന്നു. ഇപ്പ ശരിയാക്കാം. ഠോ! ഹായ്. ഹായ്, അടുക്കളയിൽ നിന്ന് നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വരുന്നല്ലോ. ഹായ്. ആ ശരിയാ, വാ നമുക്ക് പോയി കഴിക്കാം. ഹ, വിശന്നിട്ടു വയ്യ. അമ്മേ, എന്തിനാ പാത്രം തട്ടിപ്പറിച്ചേ? അപ്പൂട്ടാ, ഇത് നിങ്ങൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും പങ്കിട്ടെടുത്ത് വേണം കഴിക്കാൻ. ആദ്യം 3 പേരും പോയി കൈ കഴുകിയിട്ട് വന്നേ. കണ്ടില്ലേ, കൈ നിറയെ മണ്ണും ചെളിയുമാണ്. അപ്പൂട്ടാ, അമ്മ പറഞ്ഞതാണ് ശരി. വാ, കൈ കഴുകി വൃത്തിയായി വരാം. വാ, ഇനി പോയി ഉണ്ണിയപ്പം കഴിക്കാം. എന്താ അപ്പൂട്ടാ, നിനക്ക് ഉണ്ണിയപ്പം വേണ്ടേ? ഇപ്പൊ ക്ലീൻ. ആഹാ, അപ്പുണ്ണി മിടുക്കനായല്ലോ. അപ്പൊ ഞാനോ? നീയും മിടുക്കൻ തന്നെ. അപ്പൊ ഞാനോ? നീ പണ്ടേ മിടുക്കിയല്ലേ.
എന്തിനാ കരയുന്നേ? മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ നിനക്കുള്ളത് തന്നതല്ലേ. പൊയ്ക്കോ. അമ്മേ, മീൻ പൊരിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്താണാവോ? ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചു നേരം കളിച്ചോട്ടെ? രണ്ടുപേരും പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കളിച്ചോളൂ. ഓക്കെ അമ്മേ. പാവേ താഴെ ഇറക്കി ചേച്ചി. ഇല്ല, താഴെ ഇറക്കില്ല. നീ എടുക്കില്ലേ? എപ്പോഴും ചേച്ചിയല്ലേ എടുത്ത് കളിക്കുന്നത്. കുറച്ചു നേരം ഞാനും കളിക്കട്ടെ? വേണ്ട, നീ എടുത്ത് കളിച്ചാൽ ഇത് നിലത്തിട്ട് ചെളിയൊക്കെ നശിപ്പിക്കും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ചേച്ചി. നീ അതെനിക്ക് താ. ഇല്ല, ഞാൻ തരില്ല. നീ പോ. ഇവിടെ തരാൻ. എന്റെ പാവയെ തന്നില്ലെങ്കിൽ നല്ല ഇടി ഞാൻ തരും. തരില്ല ഞാൻ. എന്നെ ഇടിച്ചാൽ ഞാനും പിടിക്കും. എന്തൊരു ബഹളം! ഈ പിള്ളേരെന്താ ഇങ്ങനെ? മാളു, എന്താ അവിടെ? എന്റെ പാവയാ, ഇവൻ തരുന്നില്ല അച്ഛാ. ഇല്ല, തരില്ല. അങ്ങോട്ട് ചെല്ലാതെ രക്ഷയില്ല. പിള്ളേർ എന്നെ കൊണ്ട് വടി എടുപ്പിക്കും. എന്താ എന്താ ഇവിടെ? അമ്മ, ഇവൻ എന്റെ പാവേ. മിണ്ടരുത്. ഇനി രണ്ടുപേരുടെയും ശബ്ദം ഇവിടെ കേട്ടു പോകരുത്. പാവ അവിടെ വയ്ക്ക്. ഇല്ല, ഇവിടെ വെച്ചാ ഇവൻ എടുക്കും. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചോ? എന്താ മക്കളെ ഇത്? നിങ്ങൾ എന്താ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ചേച്ചിയും അനുജനും എപ്പോഴും നല്ല കൂട്ടുകാരായിരിക്കണ്ടേ? ഈ മാളു ചേച്ചി നീ പാവയെ തരുന്നില്ല അച്ഛാ. എന്താ മോളെ നീ അപ്പൂന് പാവയെ കൊടുക്കാത്തത്? ഇവന് കൊടുത്ത ഇതിനെ നിലത്തിട്ട് ചെളിയാക്കി ഇതിനെ നശിപ്പിക്കും അച്ഛാ. ഈ മാളു ചേച്ചി നീ പാവയെ തരുന്നില്ല അച്ഛാ. മാളു, നിനക്ക് വാങ്ങി തന്ന ഈ പാവ രണ്ടുപേർക്കും കൂടി കളിക്കാനുള്ളതാ. ഈ പാവയ്ക്ക് വേണ്ടി എന്നും ഇവിടെ വഴക്ക. ഇനി നിങ്ങൾ വഴക്ക് കൂടരുത്. ഇവിടെ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഉള്ളതാ. എന്ത് കിട്ടിയാലും പരസ്പരം പങ്കുവെക്കാൻ നിങ്ങൾ പഠിക്കണം. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും നല്ലവരായി വളരണം. സോറി അച്ഛാ, ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. അപ്പുക്കുട്ട, ഇതാ പാവ, നീ കളിച്ചോ. നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം. ഹായ് അച്ഛാ, ഇങ്ങ് തന്നെ നോക്കട്ടെ. മാളുട്ടിക്ക് ഇത് ഇഷ്ടമായോ? ഹൈ, ഇത് കൊള്ളില്ല. ഇതിനൊരു ഭംഗിയുമില്ല. ഹായ്, കരടി ബൊമ്മ, ചക്കര ബൊമ്മ. നീ ഇവിടെ ഇരിക്കെ. അയ്യോ, എന്നെ ഇവിടെ ഇരുത്തിയാൽ എങ്ങനെയാ? ഞാനും പോയി കളിക്കട്ടെ. പാവം നമ്മുടെ കുറുക്കൻ ബൊമ്മ വളരെ സങ്കടത്തിൽ കണ്ണാടിക്കൂട്ടിലിരുന്നു. എന്റെ ചക്കര കരടിക്കുട്ടനല്ലേ, ഈ പൊട്ടുകൂടി ഇട്ടാ നീ കൂടുതൽ സുന്ദരനാകും. ഇതെല്ലാം കണ്ണാടിക്കൂട്ടിലിരുന്നു കൊണ്ട് കുറുക്കൻ ബൊമ്മ കാണുന്നുണ്ടായിരുന്നു. ഇവരെന്താ എന്നെ കാണുന്നില്ലേ? ഇവിടെ ഇരിക്കണേ, ഞാൻ ഓടി വരാമേ. അല്ല, ഇതാര്? നമ്മുടെ കുറുക്കൻകുട്ടനോ? എന്തിനാ കുറുക്കൻകുട്ട ഇങ്ങനെ നോക്കി നിക്കണേ? നിനക്ക് വിഷമമുണ്ടോ? ഉണ്ട്. നന്നായി, നിന്നെ ആർക്കും വേണ്ടല്ലോ. ഇതൊക്കെ ആദ്യത്തെ ആവേശമാണ് കരടി ചേട്ടാ. നീ ഇവിടെ ഇരിക്കണേ ഇത്തിരി നേരം. ഞങ്ങളൊരു യാത്ര പോയിട്ട് വരാമേ. വരുമ്പോ എന്റെ ചക്കര പാവയ്ക്ക് മിഠായി കൊണ്ട് തരാമേ. ഈ കുട്ടിക്ക് എന്നെ കൂടെ ഒന്ന് നോക്കിക്കൂടെ? നിന്നെ നോക്കാൻ നീ ആര്? സിനിമ നടനോ? കളിയാക്കിയതാണ്. അതെ. എന്നാ എനിക്ക് സങ്കടമായി. നീ എന്നെ കളിയാക്കുകയാണോ? ഞാനും അല്ലേ? അല്ല. എടാ, നിന്നെ ഈ ഷെൽഫിൽ നിന്ന് ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ പൊടി കയറി ഇരിക്കാനാ നിന്റെ വിധി.
കരടിച്ചേട്ടാ, എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ പ്രതീക്ഷ ഉണ്ട്. കഷ്ടം തന്നെ. നിന്നോട് ഞാൻ മിണ്ടുന്നത് തന്നെ വലിയ കാര്യമായി കരുതിക്കോ. നിന്നെ പോലെ എന്നും ഇവിടെ ഇരിക്കുന്ന ആളല്ല ഞാൻ. കരടിച്ചേട്ടാ, നമ്മൾ പാവകളാണ്. തമ്മിലിങ്ങനെ കുറ്റം പറയുന്നതും ഒറ്റപ്പെടുത്തുന്നതൊന്നും നല്ലതല്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങോട്ട് നീങ്ങിയിരിക്കെ. പൊടി എനിക്ക് അലർജിയാണ്, തുമ്മലുണ്ടാവും. അടുത്ത ദിവസം രാവിലെ മാളൂട്ടിയും കൂട്ടുകാരും പാവകളുടെ അടുത്തേക്കെത്തി. ഡൈ നോക്ക്, അവർ രാവിലെ തന്നെ എന്നെ എടുക്കാനായി വരുന്നത് കണ്ടോ? എന്നെയും ഒരു നാൾ ആളുകൾ ഇഷ്ടപ്പെടും. ലോകം അവസാനിച്ചിട്ടാകും. ഹായ്, നല്ല പാവ. എന്നെയാണ് അവർ പുകഴ്ത്തുന്നത്. പൊടി പിടിച്ചിരിക്കുന്ന നിന്നെ അവർ നോക്കുക പോലുമില്ല. കരടിച്ചേട്ടാ, എല്ലാവർക്കും നല്ല കാലവും ചീത്ത കാലവും വരും. ഇങ്ങനെ പരിഹസിക്കാതെ. ആദ്യം നീ ചേട്ടാ എന്നുള്ള വിളി നിർത്തിക്കോ. ഞാൻ നിന്റെ ചേട്ടനൊന്നുമല്ല. എന്ത് നല്ല നിറമാണ് ഈ കുറുക്കന്, നല്ല ഭംഗിയുണ്ടല്ലേ. അതെ അതെ, നല്ല ഭംഗിയുള്ള കുഞ്ഞിക്കുറുക്കൻ. അപ്പൊ ആയിരിക്കുന്ന കരടിക്കുട്ടിനെ കൊള്ളില്ലേ? എനിക്ക് കുറുക്കനെയാ ഇഷ്ടമായത്. എനിക്ക് തരുമോ ഈ കുറുക്കനെ? അയ്യോ, എനിക്ക് കുറുക്കനെയാ ഇഷ്ടം. ഇതെന്റെ ചക്കരയാ. ഒരുപാട് നേരം കുട്ടികൾ കുറുക്കൻ പാവയുമായി കളിച്ചതിന് ശേഷം പാവയെ വീണ്ടും ഷെൽഫിലേക്ക് തിരികെ വെച്ചു. എന്റെ ചക്കര കുറുക്കൻ കുട്ടൻ ഇവിടെ ഇരുന്നു, ഞാൻ ഓടി വരാമേ. ചേട്ടാ എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും നല്ല സമയം ചീത്ത സമയം വരുമെന്ന്. എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരം കിട്ടും. എന്റെ കരടിച്ചേട്ടാ, നിങ്ങൾ അടിപൊളിയല്ലേ. ഇന്ന് എന്നെയാണ് അവിടെ എടുത്തത്, നാളെ ചേട്ടനെ, അതിന്റെ അടുത്ത ദിവസം പുതിയ പാവകൾ വരും. അങ്ങനെ മൂളാതെ എന്തെങ്കിലും പറ, നമുക്കൊരുമിച്ച് സന്തോഷമായി പോവാം. ആ ശരിയാ. അന്നു മുതൽ കരടി ബൊമ്മയും കുറുക്കൻ ബൊമ്മയും വളരെ സ്നേഹത്തിൽ കണ്ണാടിക്കൂട്ടിൽ ഒരുമിച്ച് താമസം തുടങ്ങി. അപ്പു, വെള്ളക്കാവന്റെ കുറച്ച് സമയം ഞാൻ ഓടിക്കാം. വേണ്ട, ഇത് ഞാൻ തന്നെ ഓടിച്ചോളാം. പൊന്നു, നീ നെല്ലിമരം കണ്ടിട്ടുണ്ടോ? നെല്ലിക്ക കണ്ടിട്ടുണ്ട്, നെല്ലിമരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് നെല്ലിമരം. ഈ ഗ്രാമത്തിൽ എന്തോരം കാഴ്ചകളാണ്. പട്ടണത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചകളും ഇല്ല. പൊന്നു, കണ്ടില്ലേ നെല്ലിക്ക കാച്ചു കിടക്കുന്നത്? പൊന്നു, നമുക്ക് നെല്ലിക്ക പറിച്ച് തിന്നാം. കഴിക്കാം. പച്ച നെല്ലിക്ക ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ നെല്ലിക്ക അച്ചാറ് വാങ്ങും, അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇല്ലേ? എന്നാൽ ഇന്ന് പച്ച നെല്ലിക്ക കഴിക്കാം. ഓ, കേറാൻ പറ്റുന്നില്ലല്ലോ. മരത്തിന് നനവുള്ളത് കൊണ്ടാണ് ഭയങ്കര തലല്. നീ കിടക്കുന്ന ഉണക്കമടൽ നീ എടുത്തോണ്ട് വന്നേ. ഇപ്പൊ കൊണ്ടുവരാം. അതിങ്ങിതാ, നനവുള്ള മരത്തിൽ കയറാനുള്ള സൂത്രമാണിത്. അപ്പു, വീഴാതെ സൂക്ഷിക്കണേ. ഹായ്, നെല്ലിക്ക മഴ പെയ്യുന്നേ. പൊന്നു, ആ നെല്ലിക്ക എല്ലാം പെറുക്കിയെടുത്തോ? മതി അപ്പു, ഇനി ഇറങ്ങിപ്പോരെ. ഇനി നമുക്ക് നാളെ പറിക്കാം. പൊന്നു, നീ എന്താ നെല്ലിക്ക കഴിക്കാത്തത്? കഴിച്ചു നോക്ക്. എന്തൊരു ചവർപ്പ്, ഇതിനൊരു രുചിയുമില്ല. വേറെ ഒരെണ്ണം കഴിച്ചു നോക്കാം. പൊന്നു പച്ച നെല്ലിക്ക ആദ്യമായി കഴിക്കുന്നത് കൊണ്ടാ. ഇതിന് ചവർപ്പ് തന്നെ. നിങ്ങളൊക്കെ എങ്ങനെയാ ഇത് കഴിക്കുന്നത്? പേരയ്ക്ക കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കും. കുറച്ച് വാരി എടുത്തോ, മുത്തശ്ശിക്കും കൊടുക്കാം. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അപ്പോഴാണ് രസം. എന്ത് രസം? വെള്ളം കുടിച്ചു നോക്ക്,
അപ്പോഴറിയാം എന്ത്. ഓ, തത്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് കിണറ്റിന്റെ അരികിലേക്ക് പോകാം. അതെന്താണ് അപ്പു? അതാണ് വൈക്കോൽ പുര. മെതിച്ച് നെല്ലെടുത്ത ശേഷം വൈക്കോൽ അടുക്കി വെച്ചിരിക്കുന്നതാ. മുത്തശ്ശിയുടെ പൂവാലി പശുവിന് ഈ വൈക്കോൽ എന്തിഷ്ടമാണെന്നോ. പുര മേയാനും ഈ വൈക്കോൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വൈക്കോൽ പുരയ്ക്കകത്താണോ കോഴിയെ വളർത്തുന്നത്? അത് കോഴിയമ്മ മുട്ടയ്ക്ക് അടയിരിക്കുന്നതല്ലേ. വൈക്കോലിനകത്താകുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ മുട്ട എടുക്കുമെന്ന് ഓർത്തായിരിക്കും കോഴിയമ്മ ബഹളം വയ്ക്കുന്നത്. കോഴിയമ്മേ, ഞങ്ങൾ നിന്റെ മുട്ടയൊന്നും എടുക്കില്ല കേട്ടോ. ഈ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാവരും വെള്ളം എടുക്കുന്നത്. ഹോ, ഇതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്? അതിനൊക്കെ ഒരു സൂത്രമുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നാ അമ്മ എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ വെള്ളം കുടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കില്ല. ഇതൊന്ന് കുടിച്ചു നോക്കിയേ. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. കുടിക്കുക അല്ലേ? ഹായ്, നല്ല മധുരം. ഇതെന്താണ് ഇങ്ങനെ? ഈ വെള്ളത്തിൽ ആരെങ്കിലും പഞ്ചസാര കലക്കിയോ? പഞ്ചസാരയൊന്നും ആരും കഴിക്കതല്ല. നെല്ലിക്ക തിന്നിട്ടേ വെള്ളം കുടിച്ചാൽ ഇങ്ങനെയാ, മധുരിക്കും.